ഹലോ. ധാരാളം പേരുടെ ആഗ്രഹമാണ് അവരുടെ ജോലി ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാന്നുള്ളത്. നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾക്കൊരു ജോലി ചെയ്യാനാണോ താല്പര്യം, ഒരു ബിസിനസ് ചെയ്യാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാവരും ബിസിനസ് എന്ന് പറയും. പക്ഷേ അവരാരും ഇനീഷ്യേറ്റീവ് ഒന്നും എടുക്കില്ല. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോലെ തന്നെയാണ് സാധാരണ പതിവ്. ഈ ജോലിക്ക് പോവുക എന്ന ആ പരിപാടി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. കാരണം ജോലിക്ക് പോകലല്ല, അങ്ങനെ ജോലിക്ക് പോയി ആയുസ് തീർക്കലല്ല നല്ല സ്ട്രാറ്റജി. ഞാനത് പറയുമ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാർ വേണ്ടേ, എൻജിനീയർമാർ വേണ്ടേ, നേഴ്സുമാർ വേണ്ടേ, ഇതൊക്കെ ജോലിയാണല്ലോ. സെക്യൂരിറ്റി ഗാർഡ് വേണ്ടേ, പോലീസിന് പോലീസ് വേണ്ടേ, ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ജോലിയാണല്ലോ. എല്ലാവരും ബിസിനസ്സുകാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ലോകം റൺ ചെയ്തു പോകുക? ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോയല്ല. ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ജോലിക്ക് പോകുന്ന ആളുകളെ മുൻനിർത്തിയിട്ടുള്ള വീഡിയോയാണ്. എല്ലാവരും ഓഫ് കോഴ്സ് അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ബിസിനസ്സിലേക്ക് വരേണ്ട കാര്യമില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷൻസ് ഓരോ സൊസൈറ്റിയിൽ വേണം. എല്ലാവരും ബിസിനസ്സുകാരായി കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമി റൺ ചെയ്ത് കൊണ്ടുപോകാനും പറ്റില്ല. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലത്. ബിസിനസ് ചെയ്യണമെന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകേണ്ടി വരുന്നു. അത്തരം ആളുകൾക്കുള്ള വീഡിയോയാണ്. അവർക്ക് എങ്ങനെ ജോലി ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സിറ്റ് പ്ലാനിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അധിക പേർക്കും ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ളൊരു പേടി വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് ഫെയിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതുമില്ല ഇതും ഇല്ലാത്തൊരവസ്ഥയാവുമല്ലോ, ആകെ പ്രതിസന്ധിയിലാവുമല്ലോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫെയിലിയർ അല്ല. ശരിക്കും ട്രൈ ചെയ്യാതിരിക്കലാണ് യഥാർത്ഥ ഫെയിലിയർ. നമ്മൾ പരിശ്രമിക്കാതിരിക്കലാണ് യഥാർത്ഥ ഫെയിലിയർ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കാലം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 45 വയസ്സുള്ള ഒരാൾക്ക് ഒരിക്കലും 35 വയസ്സിലേക്കോ 25 വയസ്സിലേക്കോ തിരിച്ചു പോകാൻ പറ്റൂല. എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സർജറിയൊക്കെ നടത്തി ആ ലുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴും നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെല്ലാം 45 വയസ്സ് പ്രായമുള്ള ഹൃദയമാണ് നിങ്ങളുടെ, 55 വയസ്സ് പ്രായമുള്ള ഹൃദയമാണ്, 55 വയസ്സ് പ്രായമുള്ള ലിവറാണ് നിങ്ങളുടെ. അപ്പോൾ ഞാൻ ടൈം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് നമ്മൾ അധിക കാലമൊന്നും ജീവിക്കാൻ പോലുള്ള. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ നേരത്ത് നിങ്ങൾ ഈ പറയുന്നത് റിസ്ക് ഒന്നും ഒരു റിസ്ക്കേ അല്ല. അപ്പം അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ബ്ലൈൻഡായിട്ടുള്ള റിസ്ക്കുകൾ എടുത്ത് അബദ്ധം കാണിക്കുക എന്നാണോ പറഞ്ഞു വന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ ഫെയിലാകും എന്നൊരു പേടിയാണ് അധിക ആളുകളെയും ഇതിലേക്ക് ഇറങ്ങാൻ അതിൻ്റെ ഓബ്സ്റ്റിക്കിൾ അതാണ്. അവർ ഫേസ് ചെയ്യണ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലാകുമോ എന്നുള്ള പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ ട്രൈ ചെയ്യാതിരിക്കലാണ് ഏറ്റവും വലിയ ഫെയിലിയർ. യഥാർത്ഥ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക് എടുക്കാതിരിക്കലാണ്. ഫേമസ് ആയിട്ടുള്ളൊരു, എനിക്ക് തോന്നണ ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടറാണോ അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ, എനിക്ക് ഏറ്റവും കൂടുതലൊരു മോട്ടിവേഷൻ കിട്ടിയേക്കണ ഒരു കോട്ടുണ്ട്. അതായത് ആമസോണിൻ്റെ ഫൗണ്ടർ, ലോകത്തിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണല്ലോ ആമസോൺ. അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ജെഫ് ബെസോസ് പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ആമസോൺ കമ്പനി തുടങ്ങണേക്ക് മുമ്പ് ഇൻ്റർനെറ്റ് ആ കാലത്ത് 90കളിൽ അമേരിക്കയിൽ നല്ല പ്രചാരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ പ്രചാരം വന്നു. അപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ആളുകൾ നാളെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യും എന്ന് ഈ ജെഫ് ബെസോസ്, ഇദ്ദേഹത്തിന് മുൻകൂട്ടി അറിയായിരുന്നു. അദ്ദേഹത്തിന് ഓൾറെഡി കമ്പ്യൂട്ടർ നോളജൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷെ അത്തരം കമ്പനികളൊന്നും അങ്ങനെ US-ലില്ല. നാളെ ഒരു കാലം വരുമെന്നു ഇൻ്റർനെറ്റിൽ കയറി സെർച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നു. അങ്ങനെ ഒരു കാലം വരുമ്പോൾ എനിക്കൊരു കമ്പനി വേണം ആ മേഖലയിൽ, ആ ഫീൽഡിൽ എനിക്കൊരു കമ്പനി വേണം. പക്ഷേ ഇദ്ദേഹത്തിന് ജോലി ഉപേക്ഷിച്ച് ഇതിലേക്ക് ഇറങ്ങാൻ ഒരു പേടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോലിയാണ്. നല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോണസും, വാൾ സ്ട്രീറ്റിൽ എന്തോ പറഞ്ഞ ജോലി, നല്ല ബോണസും നല്ല സാലറിയൊക്കെ ഉണ്ട്. നല്ല സാലറി നല്ല ബോണസൊക്കെ കിട്ടുന്ന ജോലി ഉപേക്ഷിച്ചിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള സംഗതിയാണ്. നമ്മളുടെ അധിക പേരുടെയും ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പ്രോമിസിങ് ആയിട്ടുള്ള ജോലിയൊന്നുമല്ല. അപ്പോൾ ഇദ്ദേഹം അവിടെ ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കൊരു 90 വയസ്സാകാൻ നേരത്ത്, ഇപ്പം നിലവിൽ ഇപ്പം 30കളിലൊക്കെ ആയിരിക്കും പുള്ളി, അപ്പോൾ പുള്ളിക്കൊരു 90 വയസ്സോ 80 വയസ്സോ 70 വയസ്സൊക്കെ ആവാൻ നേരത്ത്
ആ പോയിന്റിൽ വെച്ച് തിരിഞ്ഞു നോക്കാൻ നേരത്ത് പുള്ളി അന്ന് ചിന്തിച്ച ആ ഐഡിയ വേറെ ആരോ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കാണ്. അത് പുള്ളിക്ക് സഹിക്കാൻ പറ്റില്ല. അത് പ്രൊജക്ഷൻ ചെയ്യാണ്, ലൈഫിനെ പ്രൊജക്ഷൻ ചെയ്യാണ്, 30കളിൽ നിന്ന് 60കളിലേക്ക് ഒരു പ്രൊജക്ഷൻ ചെയ്യണം, എന്നിട്ട് തിരിഞ്ഞു നോക്കിയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 80 വയസ്സായി, ഇനി അതിൽ ആ റിസ്ക് എടുക്കാൻ പറ്റില്ല. അത് ആരോ ആ ഓപ്പർച്യൂണിറ്റി കൊണ്ടുപോയി, അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി, നിങ്ങളുടെ എന്താ പറയുക ഫിസിക്കൽ എനർജി മെൻ്റൽ എനർജി എല്ലാം ചോർന്നു പോയി. അപ്പോൾ അന്ന് ഇരുന്ന് ഖേദിക്കണേക്കാളും ഭേദമാണ് ഇന്ന് റിസ്ക് എടുക്കുന്നത്. അതായത് റിസ്ക് എടുത്ത് ഫെയിലാകലാണ് ബെറ്റർ അന്ന് ഖേദിക്കണേനേക്കാളും ബെറ്റർ. അപ്പോൾ ആ ഒരു ലൈഫിനെ പ്രൊജക്ഷൻ ചെയ്യാന്ന് പറയും. ഒരു കുറേ കാലങ്ങളിലേക്ക് പ്രൊജക്ഷൻ ചെയ്തിട്ട് അവിടെ നിന്നിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുക, അപ്പോൾ എടുക്കുക എന്ന് അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ ഫെയിലായാൽ പോലും, പരാജയപ്പെട്ടാൽ പോലും ഞാനതിൽ പരിശ്രമിച്ചല്ലോ, റിസ്ക് എടുത്തല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവും. ആ പോയിന്റിൽ വെച്ച് തിരിച്ചറിവ് വന്ന് നമുക്ക് റിട്ടേൺ വരാൻ പറ്റില്ല, 24ലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ 64, 34ലേക്ക് നിങ്ങൾക്ക് ഇനി തിരിച്ചു വരാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ 64 നിൽക്കണം. എന്തൊക്കെ തലകുത്തി ഇരുന്നാലും പറ്റില്ല, കാരണം ബാക്കിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ സമയം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പോയിന്റിൽ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ആ ഒരു പോയിന്റിൽ നിങ്ങൾ നിൽക്കാൻ നേരത്ത് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസ്ക് എടുക്കാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം യഥാർത്ഥ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിയിൽ സ്റ്റേ ചെയ്ത് ഇങ്ങനെ കാലങ്ങളോളം പോലാണ് യഥാർത്ഥ റിസ്ക് അല്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ക്വിറ്റ് ചെയ്യുന്നതിനേക്കാളും റിസ്ക്കാണ് ക്വിറ്റ് ചെയ്യാതിരിക്കൽ. അപ്പോൾ ഇത് പറയുമ്പോൾ അപ്പോൾ നാളെ തന്നെ ഒന്ന് ഉപേക്ഷിച്ചേക്കാം, അങ്ങനെയല്ല. എക്സിറ്റ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അധിക സമയവും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാൻ ഒരു പക്ഷേ സാധിച്ചോളണമെന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസത്തെ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കണം. ഒരു 6 മാസം കഴിഞ്ഞ് ക്വിറ്റ് ചെയ്യണം, ഒരു 8 മാസം കഴിഞ്ഞ് ക്വിറ്റ് ചെയ്യണം, മാക്സിമം പോയി ഒരു വർഷമൊക്കെ കഴിഞ്ഞ് എങ്ങനെയായാലും ക്വിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് ക്വിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണം, അന്ന് അപ്പോൾ ആ പോയിന്റിൽ വെച്ച് പണി തുടങ്ങും. അങ്ങനെയല്ല, നിങ്ങൾ ഇപ്പോഴേ പണി സ്റ്റാർട്ട് ചെയ്യണം. എക്സിറ്റ് പ്ലാൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് തയ്യാറാക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പാർട്ട് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യണം. പാർട്ട് ടൈമിൽ 24 മണിക്കൂർ നമുക്ക് ജോലിയില്ലല്ലോ. അപ്പോൾ പാർട്ട് ടൈം ആയിട്ടുള്ള കിട്ടുന്ന അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ പറ്റും ഏത് ജോലിക്ക് പോണ ആളാണെങ്കിലും. ഇപ്പം നിങ്ങൾ ഈ റീൽസും വീഡിയോസും എല്ലാം കണ്ട് എത്ര മണിക്കൂർ കളയാറുണ്ട്. കുറേ ആളുകൾ ഡിസ്ട്രാക്റ്റഡാണ്. അപ്പോൾ ആ ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ട് തന്നെ മണിക്കൂറുകൾ നിങ്ങൾ ഓൾറെഡി കളയുന്നുണ്ട്. ആ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ ബാക്ക്ഗ്രൗണ്ടിൽ ബിൽഡ് ചെയ്യണം. അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇന്ന് ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാനായിട്ട് സാധിക്കും, സോഷ്യൽ മീഡിയ വഴി ചെയ്യാനായിട്ട്. എന്ത് ഐഡിയ ആണോ നിങ്ങൾക്കുള്ള അതിൻ്റെ ഒരു 3 പേജെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയിടുക. അത് ഇന്ന് എടുക്കാൻ പറ്റുന്ന ആക്ഷനാണ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളൊരു ടോയ്സിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഒരു 3 പേജ് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ക്രിയേറ്റ് ചെയ്തിടുക. ഇന്ന് നിങ്ങൾക്ക് എടുക്കാമല്ലോ, ഇന്ന് എടുക്കാൻ പറ്റുന്ന ആക്ഷനാണ്. നാളെ എവിടെയാണ് ഇതിൻ്റെ സപ്ലയേഴ്സിനെ കിട്ടുന്നത്, എന്ത് വിലയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കും, എങ്ങനെയാണ് മാർക്കറ്റ്, ആരൊക്കെയാണ് ഓൾറെഡി നിലവിൽ അത് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത്തരം റിസർച്ചുകളെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴേ നടത്താൻ പറ്റുന്ന സംഗതിയാണ്. പിന്നെ അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണി സേവ് ചെയ്ത് നിങ്ങൾ വെക്കണം. ഒരു 5-6 മാസത്തേക്ക് നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും സർവൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന മണി നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. അതിന് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അധിക പേരുടെയും കാശ് വേസ്റ്റായി പോണ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് നോക്കണം. മറ്റൊരു രക്ഷകൻ്റെ പേരുണ്ടല്ലോ, EMI എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഭയങ്കര രക്ഷകനാണെന്നാണ് പലരും അതിനെ പ്രസൻറ്റ് ചെയ്യണത്. മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് അതൊക്കെ അങ്ങ് കട്ട് ചെയ്യുക. EMIയിൽ വാച്ച് എടുക്കുക, EMIയിൽ ഫോൺ എടുക്കുക, ബൈക്ക് എടുക്കുക, ഉള്ള ടയർ ഇളക്കി പറിച്ചു മാറ്റി അലോയി കയറ്റുക. അപ്പോൾ ഈ വക പരിപാടികളെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ആ മണിയെല്ലാം നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. പുറത്തുനിന്നുള്ള ഫുഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതുപോലെ വളരെ അത്യാവശ്യം വേണ്ട സർവൈവ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സംഗതികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടി മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള പർച്ചേസിങ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊഡ്യൂസർ ആവുകയാണ് വേണ്ടത്. കൺസ്യൂം ചെയ്യാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കി അവർക്ക് വിൽക്കണം. നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കരുത്. അതൊരു പോയിന്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പ്രൊഡ്യൂസർ ആവണം, കൺസ്യൂമർ ആവരുത്. ഇതേപോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം. അതും കണ്ടുകൊണ്ടിരുന്ന സമയം കളയരുത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവനെ രക്ഷപ്പെടുള്ളൂ. കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നവരെങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. ഇതേപോലെ തന്നെ
നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള സകല എക്സ്പെൻസുകളും കട്ട് ചെയ്യുക. ഒരു 5-6 മാസത്തേക്ക് റെയിനി ഡേ ഫണ്ട് എന്ന് പറയും. ഈവൻ ബിസിനസ്സിൽ പോലും അതുണ്ട്. ഇത് നല്ലൊരു ഹാബിറ്റാണ്. ഈ നാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ റെയിനി ഡേ ഫണ്ട്, നല്ല മഴക്കാലം വരാൻ നേരത്ത് നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി സേവ് ചെയ്ത് വെക്കുന്ന ഫണ്ടാണ് മഴക്കാലം റെയിനി ഡേ ഫണ്ട് എന്ന് പറയും, സാധാരണ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ 5-6 മാസത്തെ സേവിങ്സ് നിങ്ങൾ കരുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. ആ ബിസിനസ്സിനൊരു ട്രാക്ഷൻ കിട്ടി തുടങ്ങുമ്പോൾ, ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കസ്റ്റമർ ബേസ് തന്നെയാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങി തുടങ്ങുന്നുണ്ട്, ചെറിയ രീതിയിൽ ഇൻകം നിങ്ങൾക്ക് വന്നു തുടങ്ങുന്നുണ്ട്. കുറച്ച് ഇൻകം ഇങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് ആ ജോലിയിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന പോയിന്റ് വരാൻ നേരത്ത് നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഒരു 5-6 മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിൻ്റെ ഒരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഒരുപാട് പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് പ്രൊഡക്റ്റ് പോലും ഇല്ല, അവർ ജസ്റ്റ് അവരുടെ ബ്രാൻഡിൻ്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു ഐഡിയ വന്നു, ഞാൻ അതിൻ്റെ ഇതിനാണ്. അപ്പോൾ അടുത്ത ദിവസം ഡേ 2 ഇതിന് പറ്റിയ പാക്കേജ് അവിടെ കിട്ടുമെന്ന് അവരന്വേഷിക്കുന്നു, ഈ പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽസ് അവിടെ കിട്ടുന്നു. അന്വേഷണങ്ങളാണ്. അന്വേഷണം ഒരു സ്റ്റോറി ആക്കിയിട്ട് അവരുടെ അടുത്ത് ഇന്ന വരെ ആ പ്രൊഡക്റ്റ് എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആ ജേണി ഇങ്ങനെ പോകാൻ നേരത്ത് ഓരോ സ്റ്റോറി ഒരു 10 ദിവസം 20 ദിവസം അങ്ങനെ പോകാൻ നേരത്ത് നിങ്ങൾക്ക് ഫോളോവേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ബിസിനസ് ഇഷ്ടപ്പെട്ട് നിങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ വരും. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാനുള്ള നിങ്ങളുടെ പേയിങ് കസ്റ്റമേഴ്സാണ് അവർ. പ്രൊഡക്റ്റ് പോലും ഇല്ലാതെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം തെളിവുകൾ. ഞാൻ പറഞ്ഞ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. പുറത്ത് അമേരിക്കയിൽ ആരോ ചെയ്ത ആ കഥ അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ആളുകൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അവരുടെ അടുത്ത് പ്രൊഡക്റ്റ് പോലും ഇല്ല, ജസ്റ്റ് അവരുടെ ഐഡിയ പറഞ്ഞിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ജോലി ചെയ്യുന്നതോടൊപ്പം ഏറെക്കുറെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സിറ്റ് പ്ലാൻ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 6 മാസത്തെ പ്ലാൻ തയ്യാറാക്കുക. ജോലി കിട്ടിയതിന് ശേഷം ഒരു 5-6 മാസം നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ളത് എങ്ങനെയെങ്കിലും സേവ് ചെയ്യുക. എവിടെയൊക്കെ അനാവശ്യമായിട്ടുള്ള ഓവർഹെഡ് എക്സ്പെൻസുകൾ വരുന്നുണ്ടോ അതിനെയൊക്കെ കട്ട് ചെയ്ത് കളയുക. അതെല്ലാം നിങ്ങൾ സേവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതോടൊപ്പം ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ റൺ ചെയ്തുകൊണ്ട് പോകണം. എന്നിട്ട് നിങ്ങൾ ക്വിറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. പക്ഷേ പലർക്കും ക്വിറ്റ് ചെയ്യണം, അവരുടെ ജോലി ഉപേക്ഷിക്കണമെന്നുണ്ട്, പക്ഷേ അവർക്കൊരു എക്സിറ്റ് പ്ലാൻ നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ രാവിലെ എഴുന്നേക്കുന്നു പോകുന്നു, 6 മാസം കഴിയുന്നു, 1 കൊല്ലം കഴിയുന്നു, 2 കൊല്ലം കഴിയുന്നു, ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കണ്ണടച്ച് തുറക്കണ പോലെ വർഷങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. 5 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അതേ പ്ലാനുമായിട്ട് ആളുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇന്ന വരെ അവർ ഇനീഷ്യൽ സ്റ്റെപ്പ് എടുത്തിട്ടില്ല. അപ്പോൾ അത്തരം ആളുകൾ, പ്രസിദ്ധനായിട്ടുള്ളൊരു ബിസിനസ് ഫിലോസഫർ ഉണ്ട്, ജിം റോൺ. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. പുള്ളിയുടെ ഫേമസ് ആയിട്ടുള്ളൊരു ഇതുണ്ട്. അതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വരാനിരിക്കുന്ന 5 വർഷങ്ങൾ ഏറെക്കുറെ നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞു പോയ 5 വർഷങ്ങളിൽ നിങ്ങൾ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്ന 5 വർഷങ്ങളിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ വരാനിരിക്കുന്ന 5 വർഷങ്ങൾ കഴിഞ്ഞു പോയ 5 വർഷങ്ങൾ പോലെ സമാനമായിരിക്കും, ഏറെക്കുറെ സിമിലർ ആയിരിക്കും. വലിയ വ്യത്യാസമൊന്നും അവിടെ ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ കഴിഞ്ഞു പോയ 5 വർഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെയാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇനിയുള്ള 5 വർഷങ്ങളിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് റിസ്ക് എടുക്കുക, ആക്ഷൻ എടുക്കുക, സംഗതി എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.